ഹലോ ഫ്രണ്ട്സ്, എയ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, LD ബെഫ്കോയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, എക്സാമിനായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്സിന്റെ സെഷനാണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. താങ്കളെ നന്നായി പഠിക്കുന്നില്ലേ? ഉഷാറല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 18:2, അതായത് നമ്പർ അനോളജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 18:9. അങ്ങനെയാണെങ്കിൽ 16:, എന്തായിരിക്കും എന്നാണ് ചോദ്യം. സിമ്പിൾ അല്ലേ? ഒന്ന് നോക്കടാ. 18:9 കാണുമ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം ഐഡിയ വരുന്നുണ്ടല്ലോ അല്ലേ? 18ന്റെ പകുതി അല്ലേ 9? അങ്ങനെയാണെങ്കിൽ 16ന്റെ പകുതി എത്ര വരുടാ? 8 വരും എന്ന് തോന്നും. പക്ഷേ ഓപ്ഷനിലുണ്ടോ? 9 ഉണ്ട്, പക്ഷെ 8 ഇല്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാറ്റേൺ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ പല രീതിക്ക് നിങ്ങൾക്ക് തോന്നാം, 1ഉം 8ഉം കൂടി കൂട്ടിയാൽ 9 വരില്ലേ? അപ്പൊ 6ഉം 1 കൂടി കൂട്ടിയാൽ 7 വരില്ലേ? ഓപ്ഷനില്ല. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ പകുതി അല്ല, അപ്പൊ ഇതിന്റെ പകുതി എടുത്തൂടെ എന്ന് തോന്നും. പിന്നെ പല രീതിക്കും ചിന്തിക്കാൻ തോന്നും. പക്ഷെ അത് അങ്ങനെയല്ലടാ. ഇങ്ങനെ ഒരു വലിയൊരു നമ്പർ തന്നിട്ട് അവിടെ ചെറിയ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചാൻസസ്, ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിക്കാവുന്ന ചാൻസസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഈ സ്ക്വയറും ക്യൂബുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 18ന്റെ സ്ക്വയർ എത്രയാ? 18ന്റെ സ്ക്വയർ 324 അല്ലേ? ആ 324 അക്കങ്ങളൊന്ന് കൂട്ടി നോക്കിയേ. 2ഉം 4ഉം 6, 6ഉം 3ഉം 9. കൃത്യമായി കിട്ടുന്നില്ലേ 9? എടാ, ഇത് കൂട്ടല് മാത്രല്ല, ചിലപ്പോ ഗുണിക്കലുണ്ടാവാം. അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കടാ, ഇവിടെ നോക്കുന്ന സമയത്ത് 16ന്റെ സ്ക്വയർ എത്രടാ? പറഞ്ഞോ, എത്രയാണ്? 256. ആ അക്കങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ, എത്ര കിട്ടും? 6ഉം 5ഉം 11ഉം 2ഉം 13. എന്റെ ആൻസർ ഒന്നും നോക്കാനല്ല, ഓപ്ഷൻ ബി 13. സെറ്റ് അല്ലേ? 13. ഓക്കെ. അപ്പോ എപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് സ്ക്വയർ ക്യൂബ് നോക്കുക. ചിലപ്പോൾ ആ അക്കങ്ങളുടെ കൂടെ ഒന്ന് കൂട്ടിയോ കുറച്ചോ വരാം, ഇല്ലെങ്കിൽ ആ അക്കങ്ങൾ തമ്മിൽ കൂട്ടി വരാം, ചിലപ്പോൾ ഗുണിച്ച് വരാം. അപ്പൊ അതുകൂടി ഒന്ന് ട്രൈ ചെയ്യുക. ഈ സീരീസും ഇതുപോലെ നമ്പർ അനോളജി ഒക്കെ ചെയ്യണമെങ്കിൽ കുറെ പ്രാക്ടീസ് ചെയ്യണം, മിസ്സാക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കയറല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. ജോമെട്രി എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആകെ വക്കുകളുടെ നീളം 36 സെന്റിമീറ്റർ ആയ ഒരു സമചതുര കട്ടയുടെ വ്യാപ്തം എത്ര? അവിടെ സമചതുര കട്ട എന്ന് പറഞ്ഞാൽ ക്യൂബാണ് ഉദ്ദേശിക്കുന്നത്. ക്യൂബ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇവിടെ ഐസൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ക്യൂബായി പറയാം. ഇവിടെ നോക്കടാ, ഈ ക്യൂബില് വക്കുകളുടെ ആകെ വക്കുകളുടെ നീളം തന്നിട്ടുണ്ട് 36 സെന്റിമീറ്റർ. അതായത് ആ ക്യൂബിലെ എല്ലാ വക്കുകളും തമ്മിൽ കൂട്ടിയാൽ 36 സെന്റിമീറ്റർ കിട്ടും. ശ്രദ്ധിക്കണം. ഇതിനാകെ അറിയേണ്ട ഫസ്റ്റ് കാര്യം, ഒരു ക്യൂബിൽ എത്ര വക്കുകൾ ഉണ്ടാവുമെന്ന് അറിയണം. എത്ര വക്കുകൾ ഉണ്ടാവാ? ഒരു ക്യൂബിന് 6 മുഖങ്ങളും 8 മൂലകളും അതേപോലെ തന്നെ 12 വക്കുകളുണ്ടാവും. ഇതിനെ കുറിച്ച് വ്യക്തമായ ഐഡിയ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ എത്ര വക്കുകൾ ഉണ്ടാ? 12 വക്കുകൾ. അപ്പൊ 12 വക്കുകളും കൂടി കൂട്ടിയാൽ 36 വരുമെങ്കിൽ ഒരു വക്കിന്റെ നീളം കണ്ടുപിടിച്ചൂടെ? അപ്പൊ ചോദിക്കും, സാർ അതെന്തിനാ വേണം? ബിക്കോസ് ഇത്രയുള്ള ഒരു ക്യൂബിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എ ക്യൂബാണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? വക്കിന്റെ നീളം, ഒരു വശത്തിന്റെ നീളം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 12 വക്കുകൾ ഉണ്ടെങ്കിൽ എല്ലാം കൂടി കൂട്ടിയാൽ 36 ആണെങ്കിൽ ഒരു വക്കിന്റെ നീളം കാണാൻ ബൈ 12 ചെയ്യുക. എനിക്ക് എത്ര കിട്ടി? 3. അതായത് A = 3. അതായത് ഇത്രയുള്ള 12A = 36. A അല്ലേ? നമുക്ക് നോക്കുകയാണെങ്കിൽ 36 / 12. ഇവിടെ വെട്ടി ചുരുക്കുമ്പോൾ എനിക്ക് A കിട്ടി 3 അല്ലേ? അപ്പോ ഇവിടെ നമുക്ക് കിട്ടി 3. അടാ, ഒരു വശം, ഒരു വക്ക് 3 ആണെങ്കിൽ A ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3A³. എന്റെ ആൻസർ ഒന്നും നോക്കാനുള്ള 27 ഓപ്ഷനിലല്ലേ? ഓപ്ഷൻ സി
ഒന്നും നോക്കാനില്ല, അടിച്ചു. ഓപ്ഷൻ സി 27. കിട്ടിയില്ലടാ, സെറ്റ്, പൊളിക്കണം നമുക്ക്. എടാ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സപ്പോർട്ട് വേണം, ഉഷാറാക്കണം, കൂടെ ഉണ്ടാവില്ലേ, എന്നാലേ നമുക്ക് തുടർന്ന് ഈ സെഷൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സെറ്റായി നിൽക്കുക. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എടാ, ഒരാളോട് ഒരു 3 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. അയാൾ പറയുന്ന സംഖ്യ ഒരു പൂർണ്ണ ഘനസംഖ്യ, വെറും സംഖ്യയല്ല, പൂർണ്ണ ഘനസംഖ്യ ആവാനുള്ള സാധ്യത എത്രയാണ്? സാധ്യത ഏതാണ് ചാപ്റ്റർ? പ്രോബബിലിറ്റി. സാധ്യത എന്താണ് ഈ പ്രോബബിലിറ്റി? പ്രോബബിലിറ്റി കാണാൻ സാധ്യത കാണാൻ പ്രോബബിലിറ്റി ഈക്വൽ ടു ഫേവറബിൾ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ. എന്താണ് ഈ ഫേവറബിൾ വാല്യൂ? നമുക്ക് എന്താണോ കിട്ടേണ്ടത് അതാണ് ഈ ഫേവറബിൾ വാല്യൂ. എന്താണ് ടോട്ടൽ വാല്യൂ വെച്ചാൽ മൊത്തം ആകെയുള്ളത്. ഇത്രയുള്ള മലയാളത്തിൽ പറയുകയാണെങ്കിൽ സാധ്യത എന്ന് പറഞ്ഞാൽ അനുകൂല ഫലങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. പറഞ്ഞുതരാം. ഇപ്പോ നമുക്ക് ഒരാളോട് ഒരു 3 അക്ക സംഖ്യ പറയാൻ പറഞ്ഞു, അത് ആവശ്യപ്പെടുന്നു. അയാൾ പറയുന്ന ഒരു സംഖ്യ പൂർണ്ണ ഘനസംഖ്യ. ഘനം എന്ന് പറഞ്ഞാൽ ക്യൂബ്. നിങ്ങൾക്ക് 1 മുതൽ മിനിമം 10 വരെയുള്ള ക്യൂബ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുന്ന അറിയാം, പഠിച്ചു വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ക്യൂബ് നമുക്ക് 10 വരെ അറിയായിരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം 3 അക്ക സംഖ്യ ആയിരിക്കണം, അതൊരു പൂർണ്ണ ഘനസംഖ്യ ആയിരിക്കണം. അങ്ങനെ 3 ഇപ്പൊ നമുക്ക് നോക്കണേ, 1ന്റെ ക്യൂബ് 1, 2ന്റെ ക്യൂബ് 8, 3ന്റെ ക്യൂബ് 27, 4ന്റെ ക്യൂബ് 64. ഇതൊക്കെ 3 അക്ക ആണോ? അല്ല, ഒരിക്കലുമല്ല. അപ്പൊ അടുത്തത് 5ന്റെ ക്യൂബ് എത്രയാടാ? പറഞ്ഞോ, 125. 6ന്റെ ക്യൂബ് എത്രയാടാ? 216. 7ന്റെ ക്യൂബ് പഠിക്കാൻ ഈസിയാണ്. തുടക്കവും 3, ഒടുക്കവും 3, സെൻട്രൽ 4. കാരണം 3-നോട് എത്ര കൂട്ടിയാ 7 കിട്ടും? 3, 4, 7. അപ്പൊ 343. അടുത്ത 8ന്റെ ക്യൂബ് എത്രടാ? 512 അല്ലേ? അങ്ങനെയാണെങ്കിൽ 9ന്റെ ക്യൂബ് എത്രയാണ്? 729. ഇനി 10ന്റെ ക്യൂബ് എടുത്താൽ 1000 ആകും. അതൊരു 3 അക്ക ആണോ? അല്ല. അപ്പൊ 3 അക്ക സംഖ്യകൾ അതും ഒരു പൂർണ്ണ ഘനസംഖ്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അത് എത്ര ഉണ്ട്? ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ 5, 6, 7, 8, 9. എത്ര ഉണ്ടാ? 5 ഉള്ളൂ. അല്ലാതെ ഇതൊന്നും എടുക്കരുത്, 3 അക്ക ആയിരിക്കണം നിർബന്ധമാണ്. അത് എത്ര ഉണ്ട് വെച്ചാൽ 5. അപ്പോ നമ്മുടെ ഫേവറബിൾ വാല്യൂ എന്ന് പറയുന്നത് ഫേവറബിൾ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ ആണ്. ഫേവറബിൾ വാല്യൂ എന്ന് പറയുന്നത് 5. ഇനി മൊത്തം 3 അക്ക സംഖ്യകൾ എത്രയുണ്ട്? 3 അക്ക സംഖ്യകൾ സ്റ്റാർട്ട് ചെയ്യണത് 100-ലല്ലേ, അവസാനിക്കണത് 999-ലല്ലേ? ഇതിലെ എണ്ണം കാണാൻ ഇത്ര ചെയ്താൽ മതി. ഈ 999-ന് 100 കുറയ്ക്കുക. 100 കുറയ്ക്കുമ്പോ 899 കിട്ടും. ഇവിടെ ശ്രദ്ധിക്കണം, 999 സംഖ്യയിൽ നിന്ന് 100 സംഖ്യ കുറച്ചാൽ കിട്ടുന്നതാണ് 899. നമുക്ക് 100 മുതൽ 999 വരെ വേണ്ടേ? അപ്പൊ ആ 100 കൂടി കൂട്ടണം. അപ്പൊ 1 കൂടി കൂട്ടിയാൽ ഇവിടെ എടുക്കേണ്ടത് 900 ഉണ്ടാ. നിങ്ങളൊന്നും ബേജാറുണ്ട, ടെൻഷൻ വേണ്ട, ഇത്ര ചിന്തിച്ചാൽ മതി. 3 അക്കങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 3 അക്ക സംഖ്യ എത്ര ഉണ്ട് ചോദിച്ചാൽ 900. 2 അക്കങ്ങൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 90 അല്ലേ? 1 അക്ക എത്ര ഉണ്ട് ചോദിച്ചാൽ 80 അല്ലേ? അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോ നമുക്ക് ഇവിടെ എത്ര 3 അക്കങ്ങളുണ്ട് ചോദിച്ചാൽ എത്രടാ? 900. അത് 2 അക്കങ്ങൾ എത്ര ചോദിച്ചാൽ 90. പഠിച്ചു വെച്ചോ. അപ്പോ ഇവിടെ നമുക്ക് കിട്ടുന്ന ടോട്ടൽ വാല്യൂ 900. അതായത് 900 3 അക്ക സംഖ്യകൾ, 5 പൂർണ്ണ ഘനസംഖ്യകളുണ്ട്. ഇനി ഇത് വെട്ടിച്ചുരുക്കാനുണ്ടെങ്കിൽ വെട്ടിച്ചുരുക്കാം. പക്ഷെ അതിനു മുമ്പ് ഓപ്ഷൻ നോക്കുന്നത് ബെസ്റ്റ് ആയിരിക്കും. ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ വെട്ടിച്ചുരുക്കിയ വാല്യൂസ് ഉണ്ടോ? ഇല്ല. അപ്പോ വെട്ടിച്ചുരുക്കാതെ തന്നെ നമുക്ക് നോക്കാം. ഇവിടെ 5/900 ഓപ്ഷനില്ലേ? ഉണ്ട്. ഓപ്ഷൻ ഡി. എനിക്ക് ഒന്നും നോക്കാനില്ല. 5/900
900 സെറ്റല്ലേ? ഇത് വെട്ടണമെങ്കിൽ വെട്ടണം, കാരണം കോമൺ ആയി പോകും. 5 90 പോകും. അത് ആ 0 കൂടി ലാസ്റ്റ് ചേർത്തിട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. 900 എത്ര തവണ പോകും നോക്കുക, ആൻസർ എഴുതുക. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കയറാം കേട്ടാ. നെക്സ്റ്റ് സൂപ്പർ, ആവറേജ് ശരാശരിയായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 6ന്റെ ആദ്യത്തെ 21 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? 6ന്റെ 21 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? ചിലപ്പോ ചോദ്യം ഇതുപോലെ ഇങ്ങനെ വേണമെങ്കിൽ വരാം. 8ന്റെ ആദ്യത്തെ 50 ഗുണിതങ്ങളുടെ ശരാശരി ചോദിച്ചു. ചിലപ്പോ 9ന്റെ ആദ്യത്തെ 40 എണ്ണത്തിന്റെ ശരാശരി, ആദ്യത്തെ 40 ഗുണിതങ്ങളുടെ ശരാശരി ചോദിച്ചു. ഇങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനില് നിങ്ങൾക്ക് അത് എഴുതി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ട്രിക്ക് യൂസ് ചെയ്യണം. ആ ട്രിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെറ്റ് അല്ലേ? ഇവിടെ നോക്കിക്കോട്ടാ. ഒന്നുമില്ല, ആദ്യം ആവറേജ് ശരാശരി പറഞ്ഞാൽ എന്താണ്? ആവറേജ് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോക്കണേ. സം, തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്, നമ്പേഴ്സ് അല്ലെ, എണ്ണം. തുക ഡിവൈഡഡ് ബൈ എണ്ണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയാം, ഇത് വെച്ച് ചെയ്യണമെങ്കിൽ മൊത്തം ഈ 7ന്റെ ഏതാ? 7 പറഞ്ഞേക്കണേ, സോറി, 6 12 18 എന്ന് പറഞ്ഞ് ഇതിന്റെ 21ാമത്തെ ഗുണിതം അത് കാണാൻ 21 × 6 ചെയ്യാം. 6 6 2 6 12 126. അപ്പൊ 21ാമത്തെ ഗുണിതം ഏതാന്ന് ചോദിച്ചാൽ 126 അല്ലേ? ഈ സംഖ്യകളുടെ ശരാശരി. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, തുടർച്ചയായിട്ട് ഒരേ പൊതുവ്യത്യാസത്തിൽ പോകുന്ന സംഖ്യകളുടെ ശരാശരി എന്താണെന്ന് ചോദിച്ചാൽ നടുക്കുള്ളവനായിരിക്കും. ഇവിടെ നോക്കടാ, 5 10 15 20 25 വ്യത്യാസം, പൊതുവ്യത്യാസം ഒക്കെ സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ശരാശരി എത്ര ചോദിച്ചാൽ നടുക്കുള്ളവനായിരിക്കും 15 ആയിരിക്കും. ഒന്നുകൂടി, ഇപ്പൊ 4 8 12 16 20 ഇതിന്റെ ശരാശരി ചോദിച്ചു. പറഞ്ഞോ എന്തായിരിക്കും? ഒന്ന് നോക്കാനുള്ള നടുക്കുള്ളവനായ 12 ആയിരിക്കില്ലേ? അത് കാണാൻ ഇതിനെ മൊത്തം തുക കണ്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നില്ല. ഒരു ട്രിക്ക് ഉണ്ട്. എന്താന്ന് ചോദിച്ചാൽ ഇത്രയുടെ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കാം. 5 + 25 ഡിവൈഡഡ് ബൈ 2. നോടാ, 5ഉം 25 കൂട്ടിയാൽ 30. അതിന്റെ പകുതി എടുത്താൽ ഒന്നും നോക്കാല്ല, 15 കിട്ടുന്നില്ലേ? ഇവിടെയും ശരിയാണോ നോക്കാം. ഇവിടെ ആദ്യ സംഖ്യ 4, അവസാന സംഖ്യ 20. അപ്പൊ 4 + 20 ഡിവൈഡഡ് ബൈ 2. ഈ 2ഉം 4ഉം കൂടി വെട്ടിക്കൂടെ? വെട്ടാൻ തോന്നും, ദയവായി വെട്ടരുത് കേട്ടാ. പ്ലസ് ഉള്ളപ്പോ വെട്ടരുത്, ഇൻറ്റു ആണെങ്കിൽ ഓക്കെ. 20 + 4 24 ഡിവൈഡഡ് ബൈ 2 വെട്ടിച്ചുരുക്കിയാൽ എനിക്ക് ശരാശരി കിട്ടും 12. ശരിയല്ലേ തങ്കക്കുട്ടികളാ? അപ്പൊ ഇത്രയുള്ള ഒന്നും നോക്കാനില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ ശരാശരി കാണാൻ ഇത്ര ചെയ്താൽ മതിയാ. ഇതിൽ ആദ്യത്തെ ഈ സീരീസില് ആദ്യത്തെ നമ്പർ ഏതായിരിക്കും? 6. അവസാന സംഖ്യ ഏതാണ്? +126 ഡിവൈഡഡ് ബൈ 2. ഇവിടെ 126ഉം 6ഉം എത്രയാ? 132 ഡിവൈഡഡ് ബൈ 2. 132ന്റെ പകുതി എടുക്കണം. പകുതി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. തരുന്ന സംഖ്യയെ 2ആയി സ്പ്ലിറ്റ് ചെയ്യുക. 2ആയി സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു 0 സംഖ്യ പോലെ സ്പ്ലിറ്റ് ചെയ്യണം. ഉദാഹരണം, ഇപ്പൊ ഞാൻ 67 എന്ന് പറഞ്ഞു. എനിക്ക് 67നെ 60 + 7 വിചാരിച്ചൂടെ? 60ന്റെ പകുതി 30, 7ന്റെ പകുതി 3.5. 30ഉം 3.5 33. സിമ്പിളായി എടുക്കാൻ കിട്ടുന്നില്ലേ? ഇപ്പൊ 53ന്റെ പകുതി ചോദിച്ചു. എങ്ങനെ എടുക്കടാ? 50 + 3 വിചാരിച്ചൂടെ? 50ന്റെ പകുതി 25, 3ന്റെ പകുതി 1.5 കൂട്ടിയാൽ 26. അതേ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്ത് നോക്ക്. ഇവിടെ 132ന്റെ പകുതി കാണാൻ ഒന്നിൽ 130 + 2 എടുക്കാം. അതിനേക്കാൾ ഈസി നമുക്ക് നോക്കുകയാണെങ്കിൽ 120 + 12 എന്ന് വിചാരിച്ചൂടെ? 120 + 12, 120ന്റെ പകുതി കൃത്യമായി കിട്ടും 60. 12ന്റെ പകുതി
6. എന്റെ ഒരേ ഒരു ആൻസർ, ഉഷാർ ആൻസർ. ഒന്നും നോക്കാനില്ല, 66. സെറ്റ് അല്ലേ? ഓപ്ഷനിലല്ലേ? എത്ര? ഫസ്റ്റ് ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. എപ്പോഴും എൻ്റെ പിള്ളേർ പറയും, സാർ എപ്പോഴും ലാസ്റ്റിക്കാണല്ലോ ഓപ്ഷൻ വെക്കുക, അപ്പൊ ലാസ്റ്റ് ഒന്ന് കുത്തിയാൽ പോരെ, കുഴപ്പമില്ലല്ലോ. ഒരിക്കലും ഇടാ, ചിലപ്പോൾ അവർ മാറ്റി മറിച്ച് വിടും. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ 66 എന്റെ ആൻസർ. സെറ്റ് അല്ലേ? ഓക്കടാ, നോക്കുന്ന സമയത്ത് 66. ഓക്കടാ, അപ്പോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കുറെ മാത്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ദയവായിട്ട് കണ്ടിന്യൂ ചെയ്ത് കാണാം, നമുക്ക് സപ്പോർട്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പൊ നോക്കടാ, ഇതേപോലൊരു ചോദ്യം. 8ന്റെ ആദ്യത്തെ 15 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? 8ന്റെ ആദ്യത്തെ 15 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? കമന്റ് ഇട്ട് തരാം. ആൻസർ കമന്റ് ചെയ്ത് തരാം. ഞാൻ നോക്കും. നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പൊ ഇനിയും ഇതുപോലെ വീഡിയോസുമായി നമുക്ക് വീണ്ടും തീർച്ചയായും കാണാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ എയ്സ് ലേണിംഗ് ആപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.